സ്പെയിനെതിരെ മത്സരത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോർച്ചുഗൽ മോശമായിട്ട് കളിച്ചായിട്ട് തോന്നിയിട്ടുണ്ടോ? പോർച്ചുഗൽ ഈ ലോകകപ്പ് നേടാൻ സാധ്യതയുള്ള നല്ലൊരു ടീമാണെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു അഭിപ്രായം ഞാൻ എന്തായാലും മാറ്റൂല. കാരണം ഒരു തോൽവി കൊണ്ട് ഒരു ടീമിന്റെ നിലവാരം ഇല്ലാതാണില്ല. കഴിഞ്ഞ സീസണിൽ യൂറോപ്പിൽ ഏറ്റവും ബെസ്റ്റ് മിഡ്ഫീൽഡർമാരിൽ ഒരാളായി ബ്രൂണോ ഫെർണാണ്ടസ്. വിറ്റിഞ്ഞ, ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാഡോ സിൽവ, നെവസ് തുടങ്ങിയ ലോകോത്തര മിഡ്ഫീൽഡും ഡിയാസും മെൻഡിസും അടങ്ങിയ അടിപൊളി ഡിഫൻസും ഡിയോഗോ കോസ്റ്റനെ പോലത്തെ ഒരു അടിപൊളി ഗോൾ കീപ്പർ അവിടെ ഉണ്ടായിരുന്നു പോർച്ചുഗലിന്. സ്കോഡിന്റെ ഡെപ്ത് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും ലോപ്പ് നേടാൻ പറ്റിയ നല്ലൊരു ടീം ഇനി പോർച്ചുഗൽ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫേവറേറ്റിൽ പോർച്ചുഗലിനെ ഉൾപ്പെടുത്തി തന്നെ. അതുകൊണ്ട് തന്നെയാണ് പോർച്ചുഗലും അർജന്റീനയും അഥവാ ഒരു കളി വരികയാണെങ്കിൽ ക്വാർട്ടർ ഫൈനലായി നമ്മളെല്ലാവരും വിചാരിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫൈനൽ വിചാരിച്ച് അഥവാ ഒരു കളി വരികയാണെങ്കിൽ എല്ലാം കൊണ്ടും ചെറിയൊരു മുൻതൂക്കം പോർച്ചുഗലിനാണെന്ന് ഞാൻ പറയാൻ കാരണം അത് തന്നെയാണ്. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പേപ്പറിൽ ജയിക്കുന്ന കളിയായിട്ട് നമ്മൾ കാണരുത്. ടീമിൻ്റെ പേരിനോ രാജ്യത്തിൻ്റെ പേരിനോ പ്രശസ്തിക്കോ അല്ല ഇവിടെ കാര്യം. അന്നത്തെ ദിവസം 90 മിനിറ്റിൽ ആരാണ് അവസരങ്ങൾ ഉപയോഗിക്കുന്നത്, ആർക്കാണ് സമ്മർദ്ദം കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്, ചെറിയ പിഴവുകൾ വരെ ആരോ ഒഴിവാക്കുന്നത്, അതാണ് ഇവിടുത്തെ പോയിന്റ്. ചെറിയൊരു നിമിഷത്തെ പിഴവും സ്പെയിൻ്റെ ക്ഷമയോടുള്ള കളി, അതാണ് ഈ മത്സരം മാറ്റിമറിച്ച് തന്നെ. അതാണ് ഇത് ലോകകപ്പാണ്, ഇത് ഫുട്ബോളാണ്. ഒരൊറ്റ നിമിഷത്തെ അശ്രദ്ധ നമ്മളെ 4 വർഷത്തെ സ്വപ്നം അവസാനിപ്പിക്കും. എന്നാൽ ചിലപ്പോൾ നല്ല മികച്ച ടീം വരെ ലോകകപ്പിന് നോക്കൗട്ട് സ്റ്റേജിൽ പുറത്താവും. അതാണ് ശരിക്കും സത്യം പറഞ്ഞാൽ ഫുട്ബോളിൻ്റെ ക്രൂരതയും ഫുട്ബോളിൻ്റെ സൗന്ദര്യവും. എന്തായാലും റൊണാൾഡോൻ്റെ അവസാന ലോകകപ്പ് ഇങ്ങനെ ആവുമെന്ന് ആരും വിചാരിച്ചില്ല. ഞാൻ എന്തായാലും ഫൈനലിൽ ഒരു സൈഡിൽ പോർച്ചുഗൽ ഉണ്ടാവും തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഫുട്ബോളിൽ സത്യം പറഞ്ഞാൽ വലിയൊരു അധ്യായം പോർച്ചുഗൽ ഔട്ടായതോടുകൂടി അവസാനിച്ച് തന്നെ പറയാം. റൊണാൾഡോൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്.